ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പപ്പായ കൊണ്ട് ചിക്കൻ കറിയുടെയൊക്കെ സെയിം ടേസ്റ്റിൽ തന്നെയുള്ള ഒരു കറി ഉണ്ടാക്കാം. ഇതിനായി ഒരു ഇടത്തരം പപ്പായ ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് കഷ്ണങ്ങളാക്കി വെക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, പട്ട, കറയാമ്പു, ഏലക്ക, തക്കോലം ഇവയൊന്ന് നന്നായി അരച്ചു വയ്ക്കുക. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവോള, പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. അത് നന്നായി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമ്മൾ ആ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, മസാല, ആ കൂട്ട് കൂടി അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. അത് കുറച്ചു നേരം നന്നായി ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച മണം മാറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇനി നമുക്ക് 2 തക്കാളിക്ക അതിലേക്ക് അരച്ച് ചേർക്കുകയോ അതല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞു ചേർക്കുകയോ ചെയ്യാം. തക്കാളി വെന്ത് അതിൻ്റെ പച്ച ആ ചൊവ്വ മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ കഷ്ണങ്ങൾ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കി അത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ആ പപ്പായ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഏതാണ്ട് ഒരു ചിക്കൻ കറിയുടെയൊക്കെ അല്ലെങ്കിൽ നോൺ വെജ് ഇല്ലാത്ത സമയത്ത് നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റ് തരുന്ന ഒരു കറിയാണിത്.